ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു ബ്ലാക്ക് കളറില്ലേ, നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അല്ലാതെ തന്നെ ചെറിയ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു ഭാഗത്ത് വരും. അതുപോലെ ചിലത് നമുക്കൊരു ഔട്ട്ലൈൻ പോലെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു റൗണ്ട് വരുന്ന ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മളെ ഒരു ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നമ്മളെ ഒരു ചാനൽ ഇതേപോലെ ബ്യൂട്ടി ടിപ്സ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്, നിങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് കളർ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ നമുക്കത് എന്ത് ഫൗണ്ടേഷൻ ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ ഒന്നും അത് മാറുന്ന രീതിയിലേക്ക് വരില്ല. എന്നാലും ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് എടുത്ത് കാണിക്കും. നമ്മൾ ഈ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് നമുക്ക് മൂക്കിൻ്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്കിപ്പം എത്ര നിങ്ങൾ ക്രീം ഇട്ടിട്ടുണ്ടെങ്കിലും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതായത് നമ്മളെ മൂക്കിൻ്റെ ഈ ഒരു രണ്ട് സൈഡും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത് നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തൈരൊക്കെ ഉണ്ടാവില്ല, തൈര് അല്ലെങ്കിൽ മോര് അങ്ങനെ എന്തെങ്കിലും ഇടും. നിങ്ങൾ അതായത് നമ്മൾ ഫേസൊക്കെ നല്ല വാഷ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് തൈര് എടുക്കുക. ഇത് നമ്മളെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വാഷ് ചെയ്യുക. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നൊരു മസാജ് പോലെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ടൈം നോക്കിയിട്ട് അത് കറക്റ്റായി ചെയ്യുക. ഒരു 2 വീക്ക് നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കുക, നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടിപ്പ് ഞങ്ങൾ പറഞ്ഞുതരാം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ വീട്ടിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. നമുക്ക് അടുക്കളയുള്ള സാധനം വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. നിങ്ങൾ 1 സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 സ്പൂൺ അതിലേക്ക് തേൻ ആഡ് ചെയ്യുക. അതുപോലെ ഒരു 1/4 സ്പൂൺ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, തൈരും കൂടെ ആഡ് ചെയ്യുക. അതായത് നിങ്ങൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി, അതായത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ക്വാണ്ടിറ്റി നോക്കിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മൂക്കിൻ്റെ 2 സൈഡിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുക, അല്ല നിങ്ങൾക്ക് 2 സൈഡായിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഡ്രൈ ആവും കേട്ടോ. അത് തേന് പെട്ടെന്ന് നമുക്ക് ഒരു സ്കിന്ന് ഡ്രൈ ആകാൻ നോക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വാഷ് ഔട്ട് ചെയ്യുക. മാക്സിമം ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് അത് ഡ്രൈ ആവാൻ തുടങ്ങും. നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് വാഷ് ഔട്ട് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 1.5 നൈറ്റ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യം നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ, മൂക്കിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. നമുക്ക് ഈ വെച്ചാൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുക. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ നിങ്ങളത് എത്ര ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്താൽ പോലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ, നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാതെ വെക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കറക്റ്റ് നോക്കുക. നമുക്കൊരു 1 മന്ത് ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് മൂക്കിൻ്റെ മുകളിൽ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് കണ്ട് ചെയ്ത് നോക്കാം. അല്ല നിങ്ങൾ പാർലർ പോയി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഒഴിവാക്കുക. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിതൊരു 1 മന്ത് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടും ഇതുപോലെ ബ്ലാക്ക് കളർ വരും. അല്ലെങ്കിൽ നമുക്ക് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ കാൽസ്യക്കുറവ് കൊണ്ട് ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അത്യാവശ്യം അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഹോസ്റ്റലൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, പഴം, അതുപോലെ പേരക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്നൊരു ഫുഡ് കൂടെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. അല്ല നിങ്ങൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ അപ്ലൈ ശ്രദ്ധിക്കേണ്ടിയിരുന്നു, നിങ്ങളത് ചെയ്യാത്തതിനെ കൊണ്ടാണ് നമുക്കത് കുറേ ടൈം എടുക്കും മാറി വരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. അല്ല നിങ്ങൾ കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് കളർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ